ഞാനൊക്കെ കുട്ടികളായിരുന്നത്തെ സമയത്ത് നമുക്കൊരു മുട്ട കിട്ടിയാൽ അത് തന്നെ വലിയൊരു എന്താ പറയുക, ഒന്ന് മുട്ട പൊരിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പുഴുങ്ങിയിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു. എന്നാൽ ഇപ്പോൾ മുട്ട കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്നില്ല സെർച്ചിങ്ങിലാണ് നമ്മൾ ഓരോരുത്തരും, ഞാനായാലും നിങ്ങളായാലും ഒക്കെ. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ ഇഷ്ടമായിട്ട് ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ഒന്ന് തോന്നിയിട്ടുള്ള ഒരു ഡിഷാണിത്. മുട്ട ഒന്ന് നമ്മൾ പൊരിക്കുന്നതിന് കുറച്ച് വെറൈറ്റി ആയിട്ട് എങ്ങനെ പൊരിക്കുക എന്നുള്ളത് എപ്പോഴും സെർച്ച് ചെയ്യുന്ന വെറൈറ്റികൾ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെപ്പോഴും. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ബൗളിലേക്ക് കുറച്ച് വല്ലുള്ളി അരിഞ്ഞതും പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പില ഉപ്പും ഇട്ടിട്ട് ഒന്ന് 2 മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കണ ഏത് ഓയിലാച്ചാൽ അത് ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് സവാളയും കൂടെ എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ജസ്റ്റ് കളറൊന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു നുള്ള് ഗരം മസാല, അതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും, നമ്മൾ ഓൾറെഡി മുട്ടയിൽ ഉപ്പ് ചേർത്തായതുകൊണ്ട് ഇതിക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. കണ്ടപ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ചോർക്ക് കറി മാത്രം ഉള്ളെങ്കിൽ കറിയും മുട്ടയും തന്നെ മതിയാവും. ഇനി കറി ഇല്ലയെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ കഴിയും, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്